ക്വാളിറ്റി ഇവാലുവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അതിലെ മറ്റൊരു ടോപ്പിക് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എസ്റ്റിമേഷൻ ഓഫ് വിറ്റാമിൻ സി. ഫസ്റ്റ് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള റിയേജൻറ്റ് നോക്കാം. 4% TCA ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്, ദെൻ 2% ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസിൻ DNPH in concentrated H2SO4, then 10% thiourea, then 85% സൾഫ്യൂരിക് ആസിഡ്. ദെൻ നെക്സ്റ്റ് നമുക്ക് സാമ്പിൾ പ്രിപ്പറേഷൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ 1 gram സാമ്പിൾ എടുത്തിട്ട് 10 ml 4% TCA ആഡ് ചെയ്തിട്ട് അത് നല്ലോണം ഹോമോജനൈസ് ചെയ്യാം. ദെൻ 3000 RPM അതിനെ സെൻട്രിഫ്യൂജ് ചെയ്യുക 10 മിനിറ്റ്. ദെൻ അതിൻ്റെ സൂപ്പർ നാറ്റിനെ കളക്ട് ചെയ്തിട്ട് ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് കളക്ട് ചെയ്യുക. ദെൻ അതിലേക്ക് എന്ത് ചെയ്യുക, പിഞ്ച്, അതായത് കുറച്ച് ആക്ടിവേറ്റഡ് ചാർക്കോൾ ആഡ് ചെയ്യുക. ദെൻ അതിനെന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റോളം വോർട്ടെക്സിൽ നന്നായി മിക്സ് ചെയ്യുക. അങ്ങനെ വോർട്ടെക്സ് ഉപയോഗിച്ചിട്ട് മിക്സിങ് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യുക, സ്റ്റാൻഡ് ചെയ്യാൻ വെക്കാം. ദെൻ എന്ത് ചെയ്യുക, അത് വീണ്ടും 10 മിനിറ്റ് 3000 RPM സെൻട്രിഫ്യൂജ് ചെയ്യുക. ദെൻ അതിൻ്റെ സൂപ്പർ നാറ്റിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, എസ്റ്റിമേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ദെൻ അടുത്തത് നമുക്ക് പ്രോട്ടോകോൾ നോക്കാം. എങ്ങനെയാണ് ബ്ലാങ്ക് പ്രിപ്പറേഷനും ടെസ്റ്റ് പ്രിപ്പറേഷനും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബ്ലാങ്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് 1 ml 4% TCA ആഡ് ചെയ്യുക. ദെൻ അതിലേക്ക് 0.5 ml 2% DNPH, ദെൻ 2 drops 10% thiourea. ദെൻ ആഫ്റ്റർ 3 hour ഇൻക്യുബേഷന് ശേഷം നമ്മൾ 2.5 ml 85% H2SO4 ആഡ് ചെയ്യാം. ദെൻ ടെക്സ്റ്റിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓൾറെഡി നമ്മൾ വിറ്റാമിൻ സി എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള സൂപ്പർ നാറ്റിൻ്റെ സൊല്യൂഷനിൽ നിന്നും 0.5 ml സാമ്പിൾ എടുക്കുക. ദെൻ അതിലേക്ക് 0.5 ml 4% TCA ആഡ് ചെയ്യുക. ദെൻ 0.5 ml 2% DNPH, ദെൻ ആഡ് 2 drops 10% thiourea. ദെൻ 3 hours ഇൻക്യുബേഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, 2.5 ml 85% H2SO4 ആഡ് ചെയ്യുക. ദെൻ നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ റീഡിങ് എടുക്കാം. അപ്പോൾ അബ്സോർബൻസ് റീഡിങ് എടുക്കേണ്ടത് 540 nml ആണ്. ദെൻ നമുക്ക് അതിൻ്റെ റിസൾട്ട് മില്ലിഗ്രാം പെർ ml അല്ലെങ്കിൽ മില്ലിഗ്രാം പെർ ഗ്രാമിലോ പെർസെൻറ്റേജിലോ ഒക്കെ റിസൾട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മില്ലിഗ്രാം പെർ ml ആണെങ്കിൽ OD ഓഫ് ടെസ്റ്റ് ഡിവൈഡഡ് ബൈ OD ഓഫ് സ്റ്റാൻഡേർഡ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ടെസ്റ്റ് എന്ന ഇക്വേഷന് ഉപയോഗിക്കാം. OD ഓഫ് ടെസ്റ്റ് മീൻസ് നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുള്ള, നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അബ്സോർബൻസ് റീഡിംഗ് ആണ്. ദെൻ OD ഓഫ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഗ്രാഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അത് നമുക്ക് കിട്ടും. അതായത് ആ ടെസ്റ്റിനോട് അടുത്ത് കിടക്കുന്ന വാല്യൂ ആണ് ഈ ബോക്സിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ദെൻ എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ അതിൻ്റെ നേരെ കോൺസെൻട്രേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ആ ഒരു ബോക്സിൽ തന്നെ കിട്ടും. ദെൻ വോളിയം ഓഫ് ടെസ്റ്റ്. ഇനി അഥവാ നമുക്ക് മില്ലിഗ്രാം പെർ ഗ്രാമിൽ നോക്കണമെന്നുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ, നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള കോൺസെൻട്രേഷൻ ഇൻറ്റു ഡൈലൂഷൻ ഫാക്ടർ, അതായത് ഫൈനൽ വോളിയം ബൈ സാമ്പിൾ വോളിയം. ഫൈനൽ വോളിയം എന്ന് പറഞ്ഞിട്ടുള്ളത് 4 ml വരുന്നുണ്ട്. ദെൻ അത് ഡിവൈഡഡ് ബൈ 0.5, അപ്പോൾ നമുക്ക് 8 കിട്ടും. ദെൻ ഇൻറ്റു 10 അങ്ങനെ എങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ 1 gram ഹോമോജനൈസ് ചെയ്യുന്നത് 10 ml ആണ്. അതുകൊണ്ടാണ് നമ്മൾ 10 എന്ന് യൂസ് ആക്കിയിട്ടുള്ളത്. പെർസെൻറ്റേജിലാണെങ്കിൽ കോൺസെൻട്രേഷൻ മില്ലിഗ്രാം പെർ ഗ്രാം ഡിവൈഡഡ് ബൈ 10.